തിരുവനന്തപുരം നഗരമധ്യത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു 4-സ്റ്റാർ ലക്ഷറി റിസോർട്ടാണ് നാം ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. തിരുവനന്തപുരം കുമാരപുരം റോഡിൽ ഇന്റർനാഷണൽ എയർപോർട്ട്, തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഏകദേശം വെറും 5 കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസ് വരുന്ന വിവേര ഹോട്ടലിലാണ് നാം ഇപ്പം നിൽക്കുന്നത്. അപ്പം 4-സ്റ്റാർ ലക്ഷറി വിവേര ഹോട്ടലിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ന് നമുക്ക് കിട്ടിയ 602 റൂമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമായിരുന്നു. കർട്ടൻ ആണെങ്കിലും നല്ലൊരു ക്ലാസി കർട്ടൻ ആണ്. നല്ലൊരു ക്ലാസി ടേബിൾ ഇവരിവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഈ കർട്ടൻ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ 6th ഫ്ലോർ ആയതുകൊണ്ട് തന്നെ നല്ല ഒരു പനോറമിക് സിറ്റി വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. അപ്പം ഫുൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല റൂം തന്നെ നല്ല ലൈറ്റിങ്ങും അതുപോലെ തന്നെ ഇവിടെയുള്ള പെയിന്റിങ്ങും ഒക്കെ ആയിട്ട് വളരെയധികം അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. ഇവിടുത്തെ പെയിന്റിങ്സ് തന്നെ നല്ലൊരു പ്രത്യേകതയുണ്ട്. ഈ വൈറ്റ് ഷെയ്ഡുള്ള പെയിന്റിങ്ങിൽ ഇവരിവിടെ ഒരു മോഡേൺ ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് വളരെ നല്ലൊരു അട്രാക്റ്റീവ് ആണ്. അത് നമ്മുടെ റൂമിൻ്റെ ഭംഗി നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് അവരൊരു ഗ്രീൻ ഷെയ്ഡ് പെയിന്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. വാളിൽ അവിടെ ഇവിടെ ആയിട്ട് ഭംഗി കൂട്ടുന്ന തരത്തിൽ അവരിവിടെ ലൈറ്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സീരിയൽ ലൈറ്റ് ആണെങ്കിലും അങ്ങനെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു TV ഉണ്ട്. അപ്പം വരുന്ന ടൂറിസ്റ്റിനാണേലും കസ്റ്റമേഴ്സിനും ബോറടിക്കാണ്ട് അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ട് തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ ഇവിടെ ലഗേജും അതേപോലെ തന്നെ പല സാധനങ്ങളും നമുക്ക് നല്ല വൃത്തിയായിട്ട് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ടേബിൾസും ക്യാബിൻസും അതേപോലെ തന്നെ നല്ലൊരു ഷെൽഫും അലമാരയും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ അട്രാക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇവിടെ ഒരു പ്രൈവറ്റ് ഒരു എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു ലോക്കറും ഇവരിവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എനിക്ക് തോന്നുന്നു നല്ലൊരു അഡ്വാൻറ്റേജ് തരുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് മാറി നല്ലൊരു എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ സേഫ്റ്റിയും അതേപോലെ തന്നെ വാല്യുബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് സേവ് ചെയ്ത് വെക്കാനായിട്ട് നല്ലൊരു പോയിന്റ് നമുക്ക് തരിക എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പം സേഫ്റ്റിയുടെ കാര്യവും അതേപോലെ തന്നെ ക്ലെൻലിനെസിന്റെ കാര്യമൊക്കെ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് വളരെ നല്ല ഒരു ബെനിഫിറ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഈ റൂം തോന്നിയത്. ബാത്റൂം ആണേലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. അവര് നല്ല സൗകര്യങ്ങളോട് കൂടിയാണ് അവരിവിടെ ബാത്റൂമും കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ നല്ല ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഹെയർ ഡ്രയർ ഇവരിവിടെ വെച്ചിട്ടുണ്ട്. അപ്പം കുളി കഴിഞ്ഞിട്ട് ഹെയർ ഒക്കെ നല്ല രീതിയിൽ ഡ്രൈ ചെയ്തിട്ട് ഇറങ്ങാവുന്നതാണ്. ഇത് ബാത്തിങ്ങിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് സെപ്പറേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വാഷ്റൂമും അങ്ങനെ ഷാമ്പുവും അതേപോലെ തന്നെ സോപ്പും എല്ലാം ഇവരോട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടും നല്ല ഒരു പോയിന്റ് തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന ഹോട്ടലെന്ന് എനിക്ക് തോന്നിയത്. ഇവിടെ ചൂടുവെള്ളവും അതേപോലെ തന്നെ നോർമൽ വാട്ടറും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് തണുപ്പോ അല്ലെങ്കിൽ സ്ഥലം മാറി വരുന്നവർക്ക് വെള്ളത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ ഉണ്ടാവുന്നില്ല. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ കസ്റ്റമർ സർവീസാണ്. അപ്പോൾ 24/7 കസ്റ്റമർ സർവീസാണ്. നല്ല നമ്മളെ ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. ഇവിടെ ഒരു ടെലിഫോൺ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് റിങ് ചെയ്ത് കഴിഞ്ഞാൽ ഓടിയെത്താനായിട്ട് ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് അവർ ഇതിൽ ഇൻക്ലൂഡ് ആക്കും. അപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്ററിനുള്ളിൽ തന്നെ അത്യാവശ്യം നല്ല ടൂറിസ്റ്റ് സ്പോട്ടും ടൂറിസ്റ്റ് ലൊക്കേഷൻസും ഒക്കെ ഇവിടെ ഉണ്ട്. എയർപോർട്ട് തന്നെ ഏകദേശം ഒരു അത്യാവശ്യം അടുത്ത് തന്നെയാണ്. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയാലും റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും ബസ് സ്റ്റാൻഡ് ആണെങ്കിലും എല്ലായിടത്തു നിന്ന് വരുന്നവർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന നല്ലൊരു പോയിന്റാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇറങ്ങി സ്റ്റേ ചെയ്ത് അടുത്തുള്ള ടൂറിസ്റ്റ് ലൊക്കേഷൻസ് ഒക്കെ പോയി കണ്ട് ആസ്വദിച്ച് തിരിച്ചു വന്ന് വീട്ടിലേക്ക് മടക്കി പോകാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്പോട്ടായിട്ട് തന്നെ എനിക്ക് തോന്നി. പിന്നെ ഇനിയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സെൻട്രലൈസ്ഡ് AC ആണ്. ഫാനും അതോടൊപ്പം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ അങ്ങനെ എനിക്ക് തോന്നുന്നു നല്ല ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒത്തിരി ചൂടോ അങ്ങനത്തെ ഒരു വിഷയങ്ങൾ ഇവിടെ ഉണ്ടാവുന്നില്ല. നല്ല ഇപ്പം AC വേണ്ടാത്തവർക്ക് അത് സെപ്പറേറ്റ് അത് ഓഫ് ചെയ്യാനും ഫാൻ ഇടാനും അങ്ങനെയൊക്കെ ഉള്ള ഒരു അറേഞ്ച്മെന്റ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. AC വേണമെന്നുണ്ടെങ്കിൽ ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം, കുറച്ചിടാം. അങ്ങനെ നമുക്ക് ഗസ്റ്റിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗസ്റ്റിന്
എന്താ പറയുക, വേണ്ട രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും ഇവരിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടും നല്ല ഒരു സെലക്ഷൻ ആയിരുന്നു ഈ പറയുന്ന ബിവേര ഹോട്ടലിൽ നിന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ആരെങ്കിലും ഇവിടെ തിരുവനന്തപുരം സെൻട്രലിൽ തന്നെ വന്നിട്ട് ഒരു സ്റ്റേക്ക് വേണ്ടിയിട്ട് കൺഫ്യൂസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ട് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഇത് 4 സ്റ്റാർ ഹോട്ടലാണ്. ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ 4 സ്റ്റാർ ഹോട്ടൽ നമുക്ക് ലഭിക്കാന്ന്, 4 സ്റ്റാർ ലക്ഷറി ഹോട്ടൽ എന്ന് തന്നെ വേണം പറയാൻ. അപ്പം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിൽ ഒരു 4 സ്റ്റാർ ലക്ഷറി റിസോർട്ട്, ഒരു ലക്ഷറി ഹോട്ടൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഇതിൻ്റെ റേറ്റ് ഏകദേശം വരുന്നത് 2300 റേഞ്ച് ആയിരുന്നു. സീസൺ വരുമ്പോൾ വേരി ചെയ്യാമായിരിക്കും. അപ്പം നമ്മൾ വന്നപ്പോൾ ഏകദേശം ഈ ഒരു റേറ്റ് ആണ്. അത് വരുന്ന സമയത്ത് നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കിയാൽ മതി. അഗോറ ആപ്പിൽ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് റേറ്റ് കാണുക. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തത്.